സഹോദരന്മാരെ, ഇന്നലെ മുക്കം ഉമർ ഫൈസി ഉസ്താദിനോട് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, മുൻ സർക്കാർ ഒപ്പുവെച്ചെങ്കിലും അവർക്ക് ബോധം വന്നതിന് ശേഷം അവരെന്ത് ചെയ്തില്ല, പിൻവലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ ഉള്ളവരോട് ചോദിക്കുന്നു പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവിടെയുള്ള ലീഗിന്റെ സൈബർ പോരാളികൾ വളരെ മോശമായ രീതിയിൽ മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ അധിക്ഷേപിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഓരോരുത്തരും ഓരോ വന്നിട്ട് പറയുന്നത് അറപ്പുളവാക്കുന്ന വാക്കുകളാ. ആരാ? മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ ഓരോ വലിയൊരു തെറ്റ് ചെയ്ത പോലെയാ പറയുന്നത്. അതിൽ ഒരുത്തരം എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോധം വരാനുണ്ടായ കാരണം രമേശ് ചെന്നിത്തല വന്നതിന് ശേഷം, ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം തൂഫാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്, മദ്യമയക്കുമരുന്ന് സംഘത്തെ പിടികൂടുന്ന. അതുകൊണ്ട് LDF-കാർക്കും ഈ മുക്കം ഉമർ ഫൈസി ഉസ്താദിന് സാധനം കിട്ടാത്തത് കൊണ്ടായിരിക്കും എന്ന് ബോധം വന്നിട്ടുണ്ടാകുക എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ ഈ കേരളത്തിൽ ഈ തൂഫാൻ കൊണ്ടുവന്നതിന് ശേഷം പിടിക്കപ്പെടുന്ന പ്രതികളിൽ 80% മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരല്ലേ, പ്രത്യേകിച്ച് കേരളത്തിൽ മലബാറിൽ. നിങ്ങളൊന്ന് നോക്കിക്കോ, ഒരു ദിവസത്തെ കേസെടുക്കുക മലബാറിലെ. എന്നിട്ട് MDMA കേസിലും കഞ്ചാവ് കേസിലും അറസ്റ്റിലാകുന്നവരുടെ പേരും അവരുടെ രാഷ്ട്രീയ പാരമ്പര്യവും ഒന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാസർഗോഡ് ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. അതിന്റെ പത്ര കട്ടിങ്ങാണ് ഈ കാണുന്ന താഴെ കാണുന്നത്. അത് മാത്ര കുറച്ചു മുമ്പ്, ഈ തൂഫാൻ വരുന്നതിന് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ ഒരു ആബിദായ മനുഷ്യരുണ്ട്, നല്ല മനുഷ്യൻ, ഒരു സയ്യിദായ മനുഷ്യൻ, സൈനുലാബിദീൻ തങ്ങൾ എന്ന് പറയൂ. നമ്മളെല്ലാം വിളിക്കുക ഓരോ കുന്നംകൈ തങ്ങൾ എന്നാണ്. ഓർക്കൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഓരോ നാട്ടില്. ഓരെന്ത് ചെയ്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് ഓഫീസാക്കാൻ വേണ്ടി കൊടുത്ത്. നമ്മളെ കുട്ടികളല്ലേ, നമ്മളെ കോമിലെ മക്കളല്ലേ, അതാത് കഴിക്കുന്ന കുട്ടികളല്ലേ, നിസ്കാരം ഒറ്റ കലാക്കാത്ത കുട്ടികളല്ലേ, അറഷിന്റെ തണല് കിട്ടുന്ന മക്കളല്ലേ. ഈ മക്കൾക്ക് എന്ത് ചെയ്യാ, കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ബിൽഡിംഗ് കൊടുക്കാന്ന് വിചാരിച്ച് ഓറ് കൊടുത്ത്. കുറച്ച് ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് ഓര് വന്നിട്ട് ഓഫീസും ബിൽഡിംഗെല്ലാം നോക്കാൻ വേണ്ടി വന്നോക്കും കാണുന്നതെന്ന് അറിയാം. മദ്യക്കുപ്പികൾ, കഞ്ചാവ്, നിരോധ്. ലീഗ് ഓഫീസിൽ എന്തിനാണോ നിരോധ്? ഇതല്ലാതെ ഇത് കണ്ട ഉടനെ ഓരെന്ത് ചെയ്ത് വേറൊരു പൂട്ടും താക്കോലും വാങ്ങിക്കൊണ്ടാണ്ട് അതങ്ങ് പൂട്ടി. ഓഫീസ് പൂട്ടിയിട്ട് പറഞ്ഞ് ഇനിയാറ്റ ലീഗിന്റെ കുട്ടികളെ നിങ്ങളാറ്റ ഈ ബിൽഡിംഗിൽ കയറി കാലിന്റെ മുട്ട അടിച്ച് പൊളിക്കും പറഞ്ഞോളൂ. അതിന്റെ വട്ടർ കട്ടിങ്ങാണ് ഈ താഴെ കാണുന്നത് കേട്ടാ. ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷക്കാർക്ക് ഈ സാധനം കിട്ടാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ സാധനം അടിച്ചിട്ടാണോ നിങ്ങൾ ഈ PM ശ്രീക്കെതിരെ മുമ്പ് പ്രസംഗിച്ച്? നിങ്ങളെ നേതാക്കന്മാരെ പ്രസംഗം എടുത്തു നോക്കറ നിങ്ങൾ എന്തടിച്ചിട്ടേനും പ്രസംഗിച്ചിന്. നമ്മൾ ചവറ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയുന്നല്ല പറഞ്ഞിന്. അതുപോലെ ഗാന്ധിജിയെ തിരിച്ചു കൊണ്ടുവരൂ, അറിയല്ലോ തിരിച്ചു കൊണ്ടുവരും എന്നല്ല പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലേക്ക്. അതൊന്നും കാണുന്നില്ലല്ലോ. അതേപോലെ നിങ്ങളൊരു താത്തക്കുട്ടീന്റെ സമരം കണ്ടിട്ടില്ലേ PM ശ്രീക്കെതിരെ? എന്തടിച്ചിട്ടേനു നിങ്ങളെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, മുക്കം ഉമർ ഫൈസി ഉസ്താദിന്റെ വരടിക്ക് കയറിയിട്ടും സാധനം കിട്ടായിട്ടാണ്. നിങ്ങളായിരിക്കും അത്, നിങ്ങൾക്ക് ഈ സാധനം ഇല്ലാണ്ട് ഒന്നും നടക്കൂല. സാധനം അടിച്ചിട്ടായിരിക്കും ഓരോരുത്തർ പ്രസംഗിക്കുന്നു, ഓരോരുത്തർ കഥാപ്രസംഗം നടത്തുന്നത്. അത് വെച്ചിട്ട് മറ്റുള്ളവരെ അളക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കരുത്. അദ്ദേഹം മുക്കം ഉമർ ഫൈസി ഉസ്താദ് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു, പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഈ PM ശ്രീന്റെ ഇപ്പോഴുള്ള വിഷയോ നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് ചോദിച്ചു നോക്കുക. അവർ ഇതുവരെ പറഞ്ഞതല്ല അണ്ണാക്കത്തോടാണ് ബുദ്ധിക്കുന്നെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെന്ത് ചെയ്തിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ വരടിക്ക് കയറിയ വല്ലാത്ത ജാതിയാണ് മക്കളെ ലീഗുകാര്യങ്ങൾ. നിങ്ങളെ കൂടെ ഒരു രക്ഷയില്ല കേട്ടാ.